ഹലോ ഗൈസ്, അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം സോഷ്യൽ മീഡിയ വീണ്ടും അദ്ദേഹം അടക്കി ഭരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ. യെസ്, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചു, കടമായിട്ട് മേടിച്ചു. അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഭാഗമായിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരൻ നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിൻ്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഓൺലൈൻ കോടതി, പുള്ളിക്കാരൻ റോബിൻ അഗെയിൻസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഇതേപോലെ ഏറിൽ നിൽക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റോബിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം റീൽ തീരത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. റോബിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു വല്ല സമരത്തിന് വേണ്ടിയിട്ട് ബിജെപിയുടെ മുൻധാരയിൽ നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് റോബിൻ എന്താണ് ബിജെപിയെ കുറിച്ച് യഥാർത്ഥത്തിൽ പറയാനുള്ളത് എന്നുള്ളത് റോബിന്റെ വായിന്ന് തന്നെ കേൾക്കാം. ബിജെപി എന്ന് ചോദിച്ചെടുത്ത് അപ്പൊ എനിക്ക് അവിടെ ബിജെപിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. ബിജെപി എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? നമ്മളെ പ്രവൃത്തിയാണ് എന്ത്, ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല. ഇതൊരു സാമ്പിൾ ഫയർ മാത്രമാണ്. 4 പാർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും റോബിന് വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലജ് യൂട്യൂബ് വീഡിയോ. അപ്പോ പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തിയല്ലേ. അങ്ങനെ അവസാനം റോബിൻ രാധാകൃഷ്ണൻ വരെ എതിര് പറഞ്ഞിരിക്കുകയാണ്. അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബിൽ ദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഏകദേശം 75 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നു. അതിനുശേഷം ഈ പൈസ പുള്ളിക്കാരൻ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അത് കൊടുക്കാത്തതിൻ്റെ ബേസിസിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു മീഡിയേറ്റർ ആയിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നത്. ലക്ഷ്മി ഇതേപോലത്തെ പുള്ളിക്കാരൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ കേസിൻ്റെ ഒരു മീഡിയേറ്റർ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ റോബിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൈസ കൊടുക്കാനില്ല. അതായത് ഇവൻ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. ഈ ഡോക്ടർ ഡ്രേക്ക്, അതായത് ഈ പുള്ളിക്കാരൻ അനന്തു എന്നാണ്, ഈ പുള്ളിക്കാരൻ്റെ പേര് അനന്തു എന്നാണ്. ഈ അനന്തുവും ലക്ഷ്മിയും കൂടെ ചേർന്ന് ഏകദേശം 45 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് റോബിൻ്റെ കയ്യിൽ നിന്ന്. അതായത് ഭീഷണിപ്പെടുത്തി ചോദിച്ചെന്നാണ് റോബിൻ പറയുന്നത്. അപ്പോൾ റോബിൻ ഇതിന് അഗെയിൻസ്റ്റ് ഒരു പ്രസ് മീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച്, അതായത് റോബിൻ്റെ ആ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് റോബിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം. ബ്രോ, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെവറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറല്ല സാധനം എടുത്ത് കാണിച്ചപ്പം ഒരു പ്രൈം മിനിസ്റ്ററിന്, അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ, BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയാന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിക്കാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഞാൻ പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും, എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ചു ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില്, മനസ്സിലായ? എനിക്ക് കിട്ടുന്ന സാലറി നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ വീസിലടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മുടെ പ്രവൃത്തിയാണ് എന്ത്, ഈ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദലക്ഷ്മിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ പുള്ളിക്കാരി ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഇതിനകത്ത് റോബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് BJP എന്ന് പറഞ്ഞൊരു വർഗീയത പാർട്ടിയാണെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ എന്തിനാണ് ആ പാർട്ടിയിൽ ചേർന്നത്? പുള്ളിക്കാരൻ ഇത്രയും ഇത് പറയുകയാണെങ്കിൽ അതൊക്കെ വിട്, അതൊക്കെ പുള്ളിക്കാരൻ്റെ ചോയ്സാണ്. എന്തായാലും റോബിൻ ഇതൊക്കെ കണ്ടതിന് ശേഷം റോബിൻ ഒരു പ്രസ് മീറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണാം.
ഇലക്ഷന്റെ സമയത്താണ് എന്റെ അമ്മയ്ക്ക് ബയോപ്സിയിൽ ക്യാൻസറിന്റെ റിപ്പോർട്ട് വരുന്നത്. ഞാൻ പിന്നെ ഇലക്ഷന്റെ സമയം തൊട്ട് അമ്മയുടെ കാര്യത്തിൽ പിറകിലായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് എന്റെ അമ്മയാണ് ഇമ്പോർട്ടന്റ്, എന്നെക്കാട്ടി ഇമ്പോർട്ടന്റ് എന്റെ അമ്മയാണ്. ജൂലൈ 3 എന്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. മനസ്സിലായി? അതിനുശേഷമാണ് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, മീൻസ് പ്രൊട്ടസ്റ്റ് ആണെങ്കിലും പാർട്ടി വൈസ് ആണെങ്കിലും ഇറങ്ങാൻ തുടങ്ങിയത്. ഇത് പ്യൂർലി ഞാൻ പറഞ്ഞില്ലേ, ഇവരിത് പലപ്പോഴും ഈ പറഞ്ഞ മുന്നേ ചെയ്യുമെന്ന്, എന്നെ ത്രെട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു. ഞാനിത് പിന്നീട് എല്ലാം ചെയ്യുന്നത് ഇവര് എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നില്ലേ? ഇതെന്നെ പല പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ടല്ലേ ഇത് എന്റെ ഒരു പേര് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വരുന്നത്. അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവര് പറയുന്ന കാശ് ഞാൻ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇത് രണ്ടിനും ഞാൻ റെഡിയല്ല. ഞാൻ ഇത് ഫൈറ്റ് ചെയ്യും, ലീഗലി തന്നെ ഫൈറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയ കോർട്ടല്ല, നമ്മുടെ നിയമം ഉള്ള നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ലീഗലി നമ്മൾ മൂവ് ചെയ്ത് അത് ലീഗലി ഫൈറ്റ് ചെയ്ത് ലീഗലി ഇതിനുള്ള കാര്യങ്ങൾ ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. കാരണം ഒരുപാട് പേരുടെ ലൈഫ് ഇതേപോലെ സോഷ്യൽ മീഡിയ കാരണം നശിച്ചു പോകുന്നുണ്ട്. റോബിൻ ബേസിക്കലി ഇന്റർവ്യൂവിൽ പറയുന്നത് വെച്ചാൽ ഇലക്ഷൻ ടൈമിൽ, അതായത് റോബിന്റെ ഈ വോയിസ് നോട്ടും ഇതൊന്നും പുറത്തുവിടാതിരിക്കാനായിട്ട് ഏകദേശം 45 ലക്ഷം രൂപ അടുപ്പിച്ച് വേദലക്ഷ്മിയും ഈ ആനന്ദും, അതായത് ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസും കൂടെ ചേർന്ന് ചോദിച്ചു. ഈ പൈസ കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇത് പുറത്തുവിടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ പൈസ മേടിച്ച പുള്ളിക്കാരൻ, അതായത് 75 ലക്ഷം രൂപ മേടിച്ച അത് അബിൽദേവ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ആയിട്ട് പണ്ടത്തെ ഒരു ചാറ്റ് ലക്ഷ്മി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ചാറ്റ് ചെയ്യുന്നത് ഒന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് റോബിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ, പൈസ ചോദിക്കുന്ന ഒരു കോൺവെർസേഷൻ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും റോബിൻ്റെ വീഡിയോ സഹിതമുള്ള ഒരു ചാറ്റാണ് ലീക്കായിരിക്കുന്നത്. ആ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവര് ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എൻ്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. ഇത് റോബിൻ അബിൽദേവിന് അയച്ചൊരു മെസ്സേജാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ, ഈ അബിൽദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സീസൺ 8 ബിഗ് ബോസിലുണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു സീസൺ 8 വിന്നറായിട്ട് വരട്ടെ എന്ന് തോന്നുന്നു. എനിക്കൊന്ന് കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റാണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു റോബിൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് ചോദിക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് വർക്കേഴ്സിന് കൊടുക്കാനായിട്ട് ഒരു 90,000 രൂപ എമർജൻസി ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ ഇതേപോലെ കുറേ വീഡിയോസും കുറേ ഇമോജീസൊക്കെ അയക്കുന്നുണ്ട്. അതിനുശേഷമുള്ള റോബിൻ്റെ ചാറ്റാണ്. അതിനുശേഷം പുള്ളിക്കാരൻ ചെക്ക് ദിസ് വീഡിയോ, ഈ വീഡിയോ ഫുള്ളായി കാണും, എമർജൻസി എന്ന് പറഞ്ഞാൽ അയക്കുന്നുണ്ട്. കുറേ ഇമോജീസ് അയക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ അബിൽദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അയക്കുന്നത്, റോബിൻ നീ എന്തൊക്കെയാണ് അയക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും റോബിൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളേ ഉള്ളൂ, വർക്കേഴ്സിന് സാലറി കൊടുക്കണം, ഇതാണ് പ്ലീസ് കൈൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റേ അബിൽദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്നത്, ബ്രോ നോ വേ, റിക്വസ്റ്റ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സീസൺ 8 വിന്നർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇമോജീസ് അയക്കുന്നുണ്ട്, ബ്രോ എന്ന് അയക്കുന്നുണ്ട്. വീണ്ടും വീഡിയോ കോൾ, വോയിസ് കോൾ, യു ആർ മൈ ഹീറോ, ഹേ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നുണ്ട്, ഹായ്. അതിനുശേഷം റോബിൻ 100% നോ എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട്, സോറി ബ്രോ എന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. വീണ്ടും ഇതേപോലെ ഇരക്കുന്നു. വീണ്ടും പുള്ളി പറഞ്ഞു ഇല്ല, പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഇമോജീസ് അയക്കുന്നു, വീണ്ടും മെസ്സേജ് അയക്കുന്നു. ഇത് തന്നെ. എന്നിട്ട് പുള്ളി പറയുന്നത് ഞാൻ 10 മണിക്കുള്ളിൽ ഫണ്ട് തിരിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും റോബിൻ ഇല്ലേന്ന് എനിക്കറിയാൻ പാടില്ല. ഇക്കാരൻ വീണ്ടും നോ അയക്കുന്നുണ്ട്, റോബിൻ വീണ്ടും പ്ലീസ് എന്ന് അയക്കുന്നുണ്ട്. അതായത് ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ
വീണ്ടും കിടന്ന് ഇരക്കാനായിട്ട് റോബിൻ നാണമില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് പുള്ളിക്കാരൻ നോ പറഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മൾ അയാളുടെ അടുത്ത് അയാളുടെ പൈസ ഇല്ലെങ്കിൽ അയാൾക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ നോ പറഞ്ഞു. അതിന് വേറെ ഓപ്ഷൻ നമ്മൾ അത് വിടുക. അല്ലാണ്ട് വീണ്ടും അയാളുടെ പുറകെ കിടന്ന് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ബ്രോ ഇതെല്ലാം ഓക്കെ ബ്രോ, ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയും. ഇപ്പൊ കൊടുക്കണം. ഒറ്റ തന്തയ്ക്ക്, അത്രേ ഉള്ളൂ. ഒറ്റ തന്തയ്ക്ക്, അവന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ കേസ് കൊടുക്കാൻ പറയാം. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അബിൽ ദേവിന്റെ പേരിൽ അബിൽ ദേവിന് 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കേസ് കൊടുക്കാൻ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ലേ? അവനുള്ള ലീഗൽ നോട്ടീസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് അവൻ തന്നെ അയച്ചു കൊടുത്തോ? മനസ്സിലായില്ലേ? എന്തായാലും ഞാൻ ഒരു പ്രസ് മീറ്റ് എന്തായാലും വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്റെ കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട്. അപ്പം ഒറ്റ തന്ത അബിൽ ദേവിന് ഒറ്റ തന്ത ഉള്ളെങ്കിൽ ഒരു അബിൽ ദേവിന്റെ പേരിൽ പോയി ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ കണക്കിനായിരിക്കും. സത്യസന്ധനാണെങ്കിൽ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിത്ത് പ്രൂഫ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് അബിൽ ദേവിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പറയാം. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ പൈസയും കൊടുത്തു, ആളെ മൂഞ്ചിച്ചു. ഹൈ, എന്താണ് ഈ കാണുന്നത്? എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.